എന്താണ് മാസമേ ഇത്രയും കാലായിട്ട് നിങ്ങളുടെ ചായക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല? അമ്പമ്പോ ഇത് ആരായി പറയുന്നത്? നിങ്ങൾക്ക് വല്ല മാറ്റണ്ട? നിങ്ങളെ ജ്വല്ലറിക്ക് വല്ല മാറ്റണ്ട? ഇത്രയും കാലമായിട്ട് ആ ജാമ്പാന്റെ ലോകങ്ങൾ മാറ്റിയോ? അത് നമ്മുടെ പാരമ്പര്യാടോ. എന്നാ ഇതാ ഞങ്ങളെ പാരമ്പര്യം. മോളിന്ന് നേരം വയ്യ. ഇന്ന് വെള്ളിയാഴ്ചല്ലേ, BNA മീറ്റിംഗുള്ള ദിവസം. അത് ഓർത്തില്ല. അല്ല, സത്യത്തിലൂടെ എന്താ പ്രശ്നം? ഇത്രയും കൊല്ലായിട്ട് അവന്റെ ചായക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞതാ. അതിനാണ് അവൻ നമ്മുടെ ബിസിനസിനെ പറ്റി. അപ്പൊ മാസവും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതിലെന്താണ് പോയിന്റ്? ഓം വെറുതെ ഓരോന്ന് തള്ളി മറക്കണതല്ലെന്ന്. അതങ്ങനെയല്ല ഹമീദ് ക. ഒരു ബിസിനസ് നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം, അല്ലെങ്കിൽ അത് ലോങ് ടേം ആയിട്ട് അതൊരു ബ്രാൻഡായി മാറില്ല. അപ്പൊ ഈ 150 കൊല്ലം എന്ന് പറയുന്ന ഒരു ലോങ് ടൈം അല്ലേ? ആ പറഞ്ഞതിലൊരു സത്യം ഉണ്ടല്ലോ. എന്റെ റിജാസ്ക, 150 കൊല്ലം കൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് മുന്നോട്ടും പോയിട്ടില്ല പിന്നോട്ടും പോയിട്ടില്ല. അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ? അതാണ് പ്രശ്നം. നിങ്ങളുടെ ഉപ്പുപ്പാന്റെ കാലത്ത് ഓടിച്ച ഇമ്പാലക്കാരല്ലോ ഇപ്പൊ നിങ്ങൾ ഓടിക്കുന്ന ഓടി. അപ്പൊ മാറേണ്ടത് മാറണം. ഇതൊക്കെ നിങ്ങൾ BNA പഠിക്കണാവൂല്ലേ ഹമീദ് ക? ഓരോരോ കണ്ടുപിടുത്തങ്ങളേ. റിജാസ്ക കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും സത്യത്തിൽ അതന്നെയാണ്. ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ BNA എക്സ്പേർട്ട് സെഷനിലൂടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഈ BNA കൊണ്ട് നമുക്ക് കച്ചവടക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മുടെ കച്ചവടം കൂടുവോ? നമ്മുടെ കടയിൽ കച്ചവടം കൂടാനായിട്ടാണെങ്കിൽ നമ്മൾ നല്ലോണം പരസ്യം ചെയ്യണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സും സർവീസും വേണം. നമ്മൾ ചോദിക്കണതേ, ഒരു ദിവസം 10 കിലോ വിൽക്കണത് ഈ BNA ചേർന്ന 40 കിലോ ആക്കാൻ പറ്റുമോ? പറ്റും. 40 അല്ല, അതിലും കൂടുതലാക്കാൻ പറ്റും. അതെങ്ങനെ? മാക്സിമം ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ള കമ്മ്യൂണിറ്റിക്ക് മുമ്പിലാണ് ഓരോ BNA മെമ്പറും ബിസിനസ് പ്രസന്റ് ചെയ്യുന്നത്. അവർ പരസ്പരം റെഫർ ചെയ്യുന്നതും അവരുടെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്നതും ലോക്കലി അല്ല ഇന്റർനാഷണലി ആണ്. അപ്പോ മോളുടെ ബിസിനസ് ഇപ്പൊക്കെ ഇന്റർനാഷണൽ അല്ലേ? അതെ ഹമീദ് ക. BNA മെമ്പർ ആയതുകൊണ്ട് എന്റെ ബിസിനസ്സിന് മാത്രമല്ല എന്റെ പേഴ്സണൽ ലൈഫിനും കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരാളോട് മര്യാദക്ക് സംസാരിക്കാൻ പോലും മടിയായിരുന്ന ഞാനിപ്പോ 3 രാജ്യത്തുള്ള സെയിൽസ് ടീമിനെ ഒറ്റക്കാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ അവിടെ കിട്ടുന്നുണ്ടല്ലേ? ട്രെയിനിങ് അല്ല, ഓപ്പർച്യൂണിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും വർക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ടിംഗ് ടീം ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് BNA തരുന്നുണ്ട്. മതി കേട്ടിടത്തോളം മതി. ആ BNA മെമ്പർ ആവാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ എനിക്കൊന്ന് നോക്കി. വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയണതൊക്കെ ശരിയാണോ നമുക്കൊന്നും അറിയാലോ. എന്റെ ഫോൺ വിളിച്ചിട്ടെടുക്കാതിരുന്നേ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ BNA മെമ്പർഷിപ്പിന്റെ കാര്യം. അത് ഞാൻ അവരുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കി. പക്ഷെ മെമ്പർഷിപ്പ് കിട്ടുന്ന കാര്യം എളുപ്പമല്ല. പിന്നെ ഞാൻ അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് പുതിയ ചാപ്റ്റർ ഓപ്പൺ ആവില്ലേ, ആ സമയത്ത് ഒരു മെമ്പർഷിപ്പ് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിജാസേ, അപ്പൊ നീയും BNA ചേരാൻ നടക്കണ്ടായിരുന്നൂല്ലേ? അവര് നിർബന്ധിച്ചപ്പോഴേ. ആര് നിർബന്ധിച്ച്? ഞാനും പിന്നെ കുടുംബക്കാരൊക്കെ കൂടി. നടക്കട്ടെ, 150 വർഷത്തെ പാരമ്പര്യം.